മിസ് കേരള 2022 ലിസ് ജെയ്മോൻ ജേക്കബാണ് നമുക്കിപ്പോൾ ഉള്ളത്. എനിക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് അവർക്ക് തോന്നിക്കാണും. കാരണം ഐ വാസ് ബീയിങ് മൈസെൽഫ് ആൻഡ് ഐ വാണ്ടഡ് ടു ബ്രിങ് മോർ അവയർനെസ് അബൌട്ട് എഫക്റ്റീവ് പാരന്റിങ്. നേരത്തെ ടാൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. ഇപ്പൊ ഞാൻ ടാൻ എല്ലാം മാറിയപ്പം വെളുത്തു. ബോഡി ഷേമിങ്ങിന്റെ ഒരു അതിർവരമ്പ് കടന്നിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ആ ഒരു അനുഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഓരോരുത്തരും പറയാൻ നേരത്ത് കളിയാക്കുമല്ലോ. ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ കളിയാക്കാൻ. ഫെയർ ആവണം എന്നും പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ ഒരു ഇതില്ല. ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഓരോരുത്തരുടെയും ശരിയും തെറ്റും അവർ തന്നെയായിട്ട് ഡിഫർ ചെയ്യും. എൻ്റെ ശരി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു തെറ്റായിരിക്കും. സോ നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് സത്യം പറഞ്ഞാൽ അത് ഡിസൈഡ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരുടെ ഒരു കോൺഷ്യസ്നെസ് പോലെ അങ്ങനെ ഒരു നമ്മൾ പറയും. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ശരിയുണ്ട്, അവരുടേതായിട്ടുള്ളൊരു തെറ്റുണ്ട്. അപ്പം എനിക്ക് 17 വയസ്സായപ്പോഴാണ് എൻ്റെ സിബ്ലിങ്സ് ഉണ്ടായത്. അങ്ങനെ അവർ ആ സമയത്ത് ജനിച്ചുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഒരു അമ്മേനെ പോലെ തന്നെയാണ്. അവർ എൻ്റെ സ്വന്തം പിള്ളേരെ പോലെ തന്നെയാണ്. അമ്മ ഉണ്ടെങ്കിലും എനിക്ക് ശരിക്കും ഈക്വലി ഒരു അമ്മേനെ പോലെ തന്നെയാണ്. നമ്മൾ എന്ത് കാര്യവും ഈക്വലായിട്ട് ബാലൻസ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരുപാടുണ്ട്. ഇപ്പൊ വീട്ടിൽ ആദ്യം ഒരു ഇതായിരുന്നു, എന്തിനാ ഇപ്പൊ മാറി നിൽക്കുന്നത്, ഇവിടെ നിന്നാ പോരെ, എന്തിനാ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് അറിയണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് പഠിക്കണം. കമന്റ് എങ്ങനെ എടുത്തെങ്ങനെ നോക്കിയിട്ടില്ല. ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ സന്തോഷം തോന്നും. അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും കാണുമ്പോഴും ഞാനാണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം. എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. കുറേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിനകത്തേക്ക് എത്താൻ തീരുമാനിക്കുന്ന നമ്മുടെ ഒരു തീരുമാനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം നമുക്ക്. തീർച്ചയായിട്ടും ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് മതി എന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. ഇപ്പൊ ജോലി ചെയ്യുന്നത്? ഞാനിപ്പം സത്ലൻഡിൽ ഒരു അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരുവപ്പെടൽ, നമ്മുടെ മനസ്സിനകത്ത് കുറച്ചൊരു പാകപ്പെടൽ നടക്കണമല്ലോ. ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഈ ഒരു ഫീൽഡ്. എനിക്ക് നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ എനിക്ക് അതിലേക്ക് പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ലിസ് പറയുന്നത് കേട്ടു, ലിസിൻ്റെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ലിസിൻ്റെ ഒരു കരുതലിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഫെയർ സ്കിൻ അല്ല എന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അതിനെയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രിപ്പറേഷൻ നടത്തിയിരുന്നു. അങ്ങനെയല്ല, അതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ബുള്ളി ചെയ്യാൻ നമുക്ക് ഇതിന് മാത്രം റീസൺ ഒന്നും വേണ്ട. പലർക്കും എന്താണെങ്കിലും നമ്മൾ ബുള്ളി ചെയ്യാൻ ഒരു ചെറിയ റീസൺ മതി. അപ്പൊ അന്ന് അങ്ങനെ ഒരു ഇതും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ ടാൻ ആയതാണ്. പുറത്ത് കളിക്കാൻ നേരത്തെ എല്ലാവരും ടാൻ ആവുമല്ലോ. അപ്പൊ അങ്ങനെ ടാൻ ആയിട്ടുള്ള ഇതായിരുന്നു. അപ്പൊ അത് വലുതായപ്പം നമ്മുടെ ആ ഒരു അഡോളസെന്റ് സ്റ്റേജ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഗ്ലോ അപ്പ് ഉണ്ടെന്ന് പറയത്തില്ലേ, അതുപോലെ ഒരു ഗ്ലോ അപ്പ് വന്ന്, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അതെ, അതൊരു ഷെയ്മിങ്ങിന്റെ, ബോഡി ഷെയ്മിങ്ങിന്റെ ഒരു അതിർവരമ്പ് കടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കിന്നിന്റെ. ഇപ്പം വേണമെങ്കിൽ അങ്ങനെയും പറയാം. ആ ഒരു അനുഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഓരോരുത്തരും പറയാൻ നേരത്ത് കളിയാക്കുമല്ലോ. ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ കളിയാക്കാൻ. അപ്പൊ ആ ഒരു ഇത് അല്ലാതെ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ഇസ് ഈക്വലി ബ്യൂട്ടിഫുൾ. അതിന് എനിക്കൊരു ഇതുമില്ല. ഞാൻ ഫെയർ ആവണം എന്നും പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ ഒരു ഇതില്ല. ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെയായത് അതിപ്പോ പറഞ്ഞല്ലോ, നേരത്തെ ടാൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. ഇപ്പൊ ഞാൻ ടാൻ എല്ലാം മാറിയപ്പം വെളുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ട്രീറ്റ്മെന്റ്സോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ലിസ് ശരിക്കും ഇതിലേക്ക് ഇപ്പോൾ വിജയിച്ചു കഴിയുമ്പോൾ ലിസ് അതാവണമെന്ന് ലിസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെയാണ് ആവേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടായി, ഇല്ലെങ്കിൽ ഇതൊക്കെയാണ് ഞാനായതിന്റെ കാരണങ്ങൾ, അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തത്? എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഐ വാണ്ടഡ് ടു ബ്രിങ് ഔട്ട് എ ചേഞ്ച്. സോ ഐ ഫീൽ ലൈക്ക് ദേ ഫെൽറ്റ് ദാറ്റ് എനിക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് അവർക്ക് തോന്നിക്കാണും. കാരണം ഐ വാസ് ബീയിങ് മൈസെൽഫ് ആൻഡ് ഐ വാണ്ടഡ് ടു ബ്രിങ് മോർ അവയർനെസ് അബൌട്ട് എഫക്റ്റീവ് പാരന്റിങ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഉള്ള ചെറിയ കാര്യങ്ങൾക്ക് എല്ലാവർക്കും നമ്മളൊരു അവയർനെസ് ക്ലാസ് കൊണ്ടുവരുവാണെങ്കിൽ അത് ഒരുപാട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ആൻഡ് ദാറ്റ്സ് വാട്ട് ഞാൻ ത്രൂ ഔട്ട് ദ പേജ് ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് പ്രൊമോട്ട് ചെയ്ത്
പ്രൊമോട്ട് ചെയ്തെന്നല്ല, അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചു. അപ്പൊ ഐ തിങ്ക് ആൾക്കാർക്ക് ബാക്കി എല്ലാവർക്കും അത് തന്നെ ഫീൽ ചെയ്തു. ബൗദ്ധികമായിട്ടുള്ളൊരു സംഗതി നമ്മൾ നോക്കേണ്ടതുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് നടത്തിയോ? പിന്നെ ശാരീരികമായിട്ട് നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, ഇല്ലെങ്കിൽ കുറച്ചൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഇതിനകത്തുണ്ടോ? ഞാൻ അങ്ങനെ എന്താ ഫിസിക്കലി ഹെൽത്തി ആവാനാണ് ഞാൻ നോക്കിയത്. അപ്പം ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. അതിപ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയല്ല, എൻ്റെ ബോഡി തന്നെ ടോൺ ആവാൻ വേണ്ടി ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡെയിലി ഒന്ന് എക്സസൈസ് ചെയ്താൽ മതി, അത് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ജിമ്മിലൊന്നും പോയിട്ടില്ല, ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ഹോം വർക്ക്ഔട്ട്സ് ആയിരുന്നു മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ക്വസ്റ്റൻ ആൻസർ സെക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു എന്തെങ്കിലുമൊക്കെ വായിക്കേണ്ടതോ ഒരു ധാരണയൊക്കെ, ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്നൊക്കെ 3 മിനിസ്റ്റേഴ്സിനെ കൂടെ പറയാം, അല്ലെങ്കിൽ 3 പൊളിറ്റീഷ്യൻസിനെ കൂടെ. സോഷ്യൽ മീഡിയ ഉള്ളത്, സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം പഠിച്ചെടുത്തു. നമ്മൾ ഡെയിലി കുറച്ച് സമയമെങ്കിലും അതിങ്ങനെ ഞാൻ കാണുന്ന ഫീൽഡ്, എന്റെ ഫീഡ് മുഴുവൻ അങ്ങനെ റിലേറ്റഡ് ആയി. അതിനകത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ സംബന്ധിച്ചായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുമ്മെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു അവസ്ഥയെ പലരും നെഗറ്റീവായിട്ടും കാണുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കി കാണേണ്ടത്? ഞാനത് നേരത്തെ എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെ ഞാൻ പറഞ്ഞത്, അതായത് ബാലൻസിങ്. നമ്മൾ എന്ത് കാര്യവും ഈക്വലായിട്ട് ബാലൻസ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ് ഇമ്പാക്ട് ഒരുപാടുണ്ട്. മാക്സിമം അതിൽ പോസിറ്റീവ്സ് നമുക്ക് കണ്ടെടുക്കാൻ നമുക്ക് പറ്റും. സോ ഐ ബിലീവ് ബാലൻസിങ് ഇസ് ദ കീ ഫോർ സോഷ്യൽ മീഡിയ. അതെങ്ങനെ ബാലൻസ് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ശരിയും തെറ്റുമൊക്കെ എങ്ങനെയാണ് ലിസ് സ്വയം കണ്ടുപിടിക്കണ്ടേ? മറ്റുള്ളവരുടെ അഡ്വൈസ് ചോദിക്കാതെ എങ്ങനെ കണ്ടുപിടിക്കുക? ഓരോരുത്തരുടെയും ശരിയും തെറ്റും അവർ തന്നെയായിട്ട് ഡിഫർ ചെയ്യും. എൻ്റെ ശരി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതൊരു തെറ്റായിരിക്കും. സോ നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് സത്യം പറഞ്ഞാൽ അത് ഡിസൈഡ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരുടെ ഒരു കോൺഷ്യസ്നെസ് പോലെ അങ്ങനെ ഒരു നമ്മൾ പറയും, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ശരിയുണ്ട്, അവരുടേതായിട്ടുള്ളൊരു തെറ്റുണ്ട്. അതിൽ ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ്സ് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. എനിക്ക് അവരായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. നമ്മളെല്ലാവരും വി ആർ ഓൾ യുണീക്ക്. ആൻഡ് നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ബാക്കിയുള്ളവർക്ക് ആ സെയിം തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ, പക്ഷെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ശരി തെറ്റുകൾ കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഡിസിഷൻ മേക്കിംഗ് ആണല്ലോ നമ്മൾ ഭയങ്കര, അതിനാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ലീഡർഷിപ്പിലേക്ക് വരക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റീസ് നോക്കുന്നതും. ഇപ്പോൾ നിങ്ങളുടെ മത്സരം തന്നെ അത്തരത്തിൽ നിങ്ങൾ എത്രത്തോളം അങ്ങനെയൊക്കെ കേപ്പബിൾ ആണെന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത്. മാക്സിമം നമ്മൾ ആളുകൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ നോക്കുന്നത്. നന്മ തിന്മ അത് ഒരു വേർതിരിവ് മിക്കവർക്കും പിന്നെയും മനസ്സിലാവുന്ന ഒരു ഇതാണല്ലോ. കുറച്ചുകൂടെ നമുക്ക് പ്രോഗ്രസീവായി ചിന്തിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ വീട്ടുകാരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ മാറുമ്പോൾ നമ്മൾ സ്വയം തീരുമാനം എടുക്കൂലേ? ആ സ്പേസിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് ആ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ എടുത്ത ഒരു തീരുമാനമായിരിക്കും മേ ബി അങ്ങനെ ഒരു ഇതായിട്ട് ഒറ്റയ്ക്കൊരു എടുത്ത ഡിസിഷൻ. കാരണം ഞാൻ 20 വയസ്സ് വരെ വീട്ടിൽ തന്നെയായിരുന്നു, കോട്ടയത്ത് തന്നെയായിരുന്നു. ഞാൻ വേറെ എവിടെയും മാറി പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ സ്റ്റേണായിട്ട് ഇങ്ങനെ ഡിസിഷൻ എടുത്തായിരുന്നു, എനിക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ ഞാൻ ജോലിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ മാറി നിൽക്കാൻ പോവാ. അപ്പോൾ വീട്ടിൽ ആദ്യം ഒരു ഇതായിരുന്നു, എന്തിനാ ഇപ്പം മാറി നിൽക്കുന്നത്, ഇവിടെ നിന്നാൽ പോരെ, എന്തിനാ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് അറിയണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് പഠിക്കണം. അപ്പോൾ ഞാനത് പറഞ്ഞു മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ അറിയാം, ഞാൻ ഐ ബിലീവ് ഇൻ മൈസെൽഫ്, ഐ ക്യാൻ ഡൂ ദിസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ഒരു ഡിസിഷൻ പോലെ ഞാൻ എടുത്തത്. അങ്ങനെ ഞാൻ തന്നെ എടുത്ത് മൂവ് ചെയ്തായിരുന്നു. പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പാരന്റിങ്ങിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു ഇതിനെക്കുറിച്ച് ഒരു കോൺസെപ്റ്റ് പറയാനും പറഞ്ഞു. പാരന്റിങ്ങിനെ കുറിച്ച് 2-3 ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. 2 ജഡ്ജസ് തന്നെ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പാരന്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. പാരന്റിങ്ങിൽ നമുക്ക് കുറച്ച് ഡിഫക്ട്സ് വന്നിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും, നമ്മൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ പല പാരന്റ്സിനും കുഞ്ഞിലെ അവർക്ക് ട്രോമാസ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികളിലേക്ക് അറിയാതെ അവർ ആ ട്രോമ അവരുടെ ആയത് പാസ് ഓൺ ചെയ്യും, അവരറിയത്തില്ല. അപ്പൊ അങ്ങനെ ആ കുട്ടികൾക്ക്, പല കുട്ടികൾക്കും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളവർ വലുതാകുമ്പോൾ അവരുടെ മെന്റൽ സ്റ്റേറ്റ് വിൽ ബി വെരി പുവർ. പുറമേ അവർക്ക് ഒരു കുഴപ്പമില്ലെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അവർക്ക് ആക്ച്വലി അവരുടെ മെന്റൽ ഹെൽത്ത് ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഹെൽത്തി.
സോ അത് എനിക്ക് മനസ്സിലായി ചൈൽഡ്ഹുഡ് ട്രോമാസ് ഇസ് ലൈക്ക് വെരി സീരിയസ്. നമ്മളത് കുഞ്ഞിലെ തന്നെ ബാക്കി പേരൻസ് അതൊന്ന് ശ്രദ്ധിക്കുവാണ് എന്താണെങ്കിലും അതിന് ഒരുപാട് വ്യത്യാസം, നല്ല ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും നമുക്ക്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത്. ലിസിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ കമൻസിൽ ചെറിയ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ആ സമയത്ത് വ്യക്തമായൊരു ഐഡിയ ഉണ്ടായിരുന്നു? അതേ ജഡ്ജസ് ചോദിക്കുന്ന സമയത്തൊരു ആൻസർ, പാരന്റിങ്ങിനെ കുറിച്ച് ഉടനീളം സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത്. മൊത്തത്തിൽ തന്നെ എല്ലാവരോടും അത്തരത്തിലുള്ള ഒരു ചോദ്യം ആവർത്തിക്കപ്പെടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിസിന്റെ ഉത്തരം എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അത് എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോ 21 വയസ്സാ. അപ്പൊ എനിക്ക് 17 വയസ്സായപ്പോഴാണ് എന്റെ സിബ്ലിങ്സ് ഉണ്ടായത്. അപ്പൊ അവർക്ക് ഇപ്പൊ 4 വയസ്സേ ഉള്ളൂ. അപ്പൊ അവര് ജനിച്ചപ്പോ മുതൽ എനിക്ക് 17 വയസ്സായപ്പോഴാണ് അവര് ജനിച്ചത്. അങ്ങനെ അവർ ആ സമയത്ത് ജനിച്ചുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഒരു അമ്മേനെ പോലെ തന്നെയാണ്. അവർ എൻ്റെ സ്വന്തം പിള്ളേരെ പോലെ തന്നെയാണ്. ഞാൻ അവർക്ക് എൻ്റെ അമ്മയാണെങ്കിലും അമ്മ ഉണ്ടെങ്കിലും എനിക്ക് ശരിക്കും ഈക്വലി ഒരു അമ്മേനെ പോലെ തന്നെ ഫീൽ ചെയ്തത്. അവര് ഫുൾ ടേക്ക് കെയർ ചെയ്ത ഞാനായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് തന്നെ കുട്ടികൾക്ക് എന്തുമാത്രം ആവശ്യങ്ങളുണ്ട്, അവർക്കൊരു ചെറിയ കാര്യം പോലും അവരെ എന്തുമാത്രം അത് ബാധിക്കും എന്നൊക്കെ എനിക്ക് ഒരുപാട് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവര് കാരണം കൂടെ തന്നെയാണ് ഞാൻ ഈ ടോപ്പിക്കും എടുത്തത്. കാരണം എനിക്ക് കുട്ടികളെ അത്ര ഇഷ്ടമാണ്. ഏത് കുട്ടി വന്നാലും എനിക്ക് അവരെ കളിപ്പിക്കാനും എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭംഗിയുണ്ട് എന്നൊക്കെ ആൾക്കാരൊക്കെ പറയുമ്പോൾ ആ കമന്റൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നമ്മളെ കുറിച്ച് എന്ത് പോസിറ്റീവായിട്ട് പറഞ്ഞാലും നമ്മൾ ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ സാധാരണഗതിയിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഓതന്റിക് ആയിട്ട് പറയും. മിസ് കേരളയാണ്, അപ്പം എന്തായാലും സൗന്ദര്യം നമുക്ക് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുക, ഇല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരൊക്കെ വർത്താനം പറയാം. അത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? കമന്റ് അങ്ങനെ എടുത്തെങ്ങനെ നോക്കിയിട്ടില്ല. ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ സന്തോഷം തോന്നും. അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും കാണുമ്പോഴും ഞാനാണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ എടുത്ത്. കാരണം അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കത്തില്ലായിരിക്കും. അപ്പൊ ക്രിറ്റിസിസം കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ആ രീതിയിൽ ചിന്തിക്കാൻ നോക്കും, എന്തുകൊണ്ടാണ് അവര് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത് എന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഐ ഫീൽ ലൈക്ക് ഐ എം ലേണിംഗ് എവറി ഡേ. ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അങ്ങനെ പറയുമ്പം ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പം. സോ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ താങ്ക് യു എന്നാണ് പറയുന്നത്. അപ്പൊ കൂടുതൽ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ലിസ് സുന്ദരിയായിട്ട് അടിപൊളിയായിട്ട് ആൾക്കാരിലേക്ക് ലിസിന്റെ സന്ദേശങ്ങളൊക്കെ എത്തിക്കാൻ കഴിയട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. താങ്ക് യു.